കഞ്ഞിവെള്ളവും കടുകും ഇത്രയധികം ഒരു റിസൾട്ട് തരുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചെയ്തു നോക്കണം. അത്ര റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുവാൻ പോകുന്നത്. ആരും സ്കിപ്പ് ചെയ്യരുത്, പൂർണ്ണമായിട്ട് കാണുക. ഓരോ ടിപ്സും വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം. കഞ്ഞിവെള്ളം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഉപ്പിടാത്ത കഞ്ഞിവെള്ളം എടുക്കുക. ഞാൻ ഈ കാണിക്കുന്ന എല്ലാ ടിപ്സിനും ഉപ്പിടാത്ത കഞ്ഞിവെള്ളമാണ് ഏറ്റവും നല്ലത് കേട്ടോ. നിങ്ങൾ തരുന്ന സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ വരെ ഇന്നും എത്തിയേക്കുന്നത്. നിങ്ങൾ തുടർന്നും എന്നെ സപ്പോർട്ട് നൽകുക, കമൻറ്റ് വഴി അഭിപ്രായങ്ങളും അറിയിക്കുക കേട്ടോ. ആദ്യമായിട്ട് ആവശ്യത്തിന് കഞ്ഞിവെള്ളം നിങ്ങൾ എത്രയാണോ കഴുകാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പം ഈ ഒരു ബേസിന് ഇടുന്നത് ഒരു 5 കയ്യിൽ, വലിയൊരു കയ്യിൽ കഞ്ഞിവെള്ളമാണ്. അതിലേക്ക് നമ്മൾ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളുടെ വൈറ്റ് വിനീഗറാണ് കേട്ടോ. ആപ്പിൾ സൈഡർ വിനീഗർ ഉണ്ടെങ്കിൽ അത്ര നല്ലതാണ്, പക്ഷേ ഇത്തിരി കോസ്റ്റ്ലിയാണ്. അപ്പോൾ എല്ലാവർക്കും കിട്ടുന്നത് ഈ ഒരു വിനീഗർ അല്ലേ. അതുകൂടി ഒരു 2 ടേബിൾ സ്പൂണോ 3 ടേബിൾ സ്പൂണോ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് വേണ്ടത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മളുടെ ഉപയോഗിക്കാതെ ഇരിക്കുന്ന നമ്മളുടെ ഫൈബറിൻ്റെ പാത്രങ്ങളാകട്ടെ, ഫൈബറിൻ്റെ സ്പൂണുകളാകട്ടെ, അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ സ്പൂണുകളാകട്ടെ, ഇവയെല്ലാം മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വിനീഗറും ബേക്കിംഗ് സോഡയും മാത്രമേ ഇട്ടാലും നമുക്ക് ഇത് ക്ലീനായി കിട്ടുമല്ലോ എന്ന്. പക്ഷേ ഇല്ല, കഞ്ഞിവെള്ളം കൂടി ചേരുമ്പോൾ ഇപ്പോൾ ഫൈബറിൻ്റെ ഒക്കെ ആകുമ്പം അതിൽ സ്ക്രാച്ചൊക്കെ ഉണ്ടാവും അല്ലേ, അതൊക്കെ നികത്തി നല്ല ക്ലീനായിട്ട് നല്ല തിളങ്ങാനായിട്ട് നിങ്ങൾ ഒരു പ്രാവശ്യം, അതുപോലെ നമ്മൾ എന്നും ഉപയോഗിക്കുന്ന അരിപ്പ, ചായയൊക്കെ അരിക്കാൻ ഉപയോഗിക്കുന്ന അരിപ്പ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കി. ഇത് കണ്ടില്ലേ, വളരെ കറയൊക്കെ പിടിച്ചിരിക്കുന്ന ഫൈബറിൻ്റെ ഒരു സ്പൂണാണ്. ഇത് വെറുതെ ഒന്ന് മുക്കി വെച്ചാൽ മതി, അതിൻ്റെ കറകളൊക്കെ പോയി നല്ല വെട്ടിത്തിളങ്ങും, പുതിയതിൻ്റെ ഒരു ലുക്ക്. അതുപോലെ അതിലുള്ള ബാക്ടീരിയകളും ഇപ്പം നമ്മൾ ചായയുടെ അരിപ്പയാണെങ്കിലും വളരെ നല്ല രീതിയിൽ ക്ലീനായി കിട്ടുന്നതാണ് കേട്ടോ. എൻ്റെ വീഡിയോ എടുക്കുന്ന ഫോൺ കംപ്ലൈൻ്റ് ആയിട്ട് പഴയ ഒരു ഫോണിലാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ബ്രൈറ്റ്നസ്സിൻ്റെ ഒരു പ്രോബ്ലം നല്ല രീതിയിൽ വരുന്നുണ്ട്. എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. അപ്പം ഇതൊന്ന് വെറുതെ നമ്മളൊന്ന് തുടച്ചെടുത്താൽ മതി, അത്ര ക്ലീനായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. നമ്മൾ ഒരച്ചൊന്നും കഴുകേണ്ട കാര്യമൊന്നുമില്ല. ഇതുപോലെ നമ്മൾ ഉപയോഗിക്കാൻ കുറച്ച് മാറ്റി വെക്കും. നമ്മൾ എപ്പോഴൊന്നും ഉപയോഗിക്കാത്ത സ്പൂണുകളും അതുപോലെ സ്റ്റീലിൻ്റെ പാത്രങ്ങൾ, സ്റ്റീലിൻ്റെ സ്പൂണുകൾ എല്ലാം തിളങ്ങും കേട്ടോ. ഒന്ന് വെറുതെ മുക്കി ഒരു 10-15 മിനിറ്റ് വെച്ചാൽ മതി. ചായ അരിപ്പയൊക്കെ ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ, വളരെ എഫക്റ്റീവാണ്. അതുപോലെ സ്റ്റീലിൻ്റെ ചായൻ്റെ അരിപ്പയാണെങ്കിലും ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു വെള്ളം കളയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളുടെ കിച്ചണിൽ ഉപയോഗിക്കുന്ന കിച്ചൺ ടർക്കികളില്ലേ, അതൊക്കെ ഇതിലൊന്ന് മുക്കി വെച്ച് ഒന്ന് കഴുകി കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന മഞ്ഞക്കറ, അതുപോലെ മെഴുക്ക്, ഇവയെല്ലാം നമ്മളിപ്പം ഈ ഒരു കാര്യത്തിന് ഈ ഒരു മിശ്രിതം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഒരു സ്പൂണുകളെല്ലാം മാറ്റി ഒന്ന് കഴുകി പച്ചവെള്ളത്തിൽ കഴുകി സ്പൂണുകളെടുത്ത് തുടച്ചെടുത്ത് വെക്കുക കേട്ടോ. അതൊന്നും ഞാൻ കാണിക്കുന്നില്ല, ഇവിടെ കാണിച്ച് നിങ്ങളെ വലിയ വീഡിയോ ഒന്നും ആക്കുന്നില്ല. കഴുകി തുടച്ചിട്ട് എടുത്ത് വെക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു വെള്ളം നമ്മൾ കളയേണ്ട കാര്യമില്ല. ടർക്കിയെല്ലാം ഇതുപോലെ ഒന്ന് മുക്കി വെച്ചതിന് ശേഷം നമ്മൾ കഴുകി സാധാരണ കഴുകിയെടുക്കുക. ചൂടുവെള്ളമൊന്നും ഒഴിക്കണമെന്നില്ല. അതുപോലെ പെട്ടെന്ന് ഇതിലൊക്കെ കരിമ്പനും അതുപോലെ ഒരു ബാഡ് സ്മെല്ലും ഒക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ടല്ലോ. നമ്മൾ കിച്ചണിൽ അത്രയും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണല്ലോ. ഇതൊന്ന് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുക. അതിനുശേഷം നിങ്ങൾ സാധാരണ കഴുകുന്നത് എങ്ങനെയാണോ, വെറുതെ പച്ചവെള്ളത്തിലിട്ട് കഴുകിയെടുത്ത് കഴിഞ്ഞാൽ എന്നും പുതുമ നിൽക്കും. അതുപോലെ കഞ്ഞിവെള്ളം മുക്കിയെടുക്കുന്നത് കൊണ്ട് തന്നെ ഈ തുണികൾ വളരെ അധികം ഈട് നിൽക്കുന്നതാണ് കേട്ടോ. നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന തുണികൾ പെട്ടെന്ന് പിഞ്ചി കീറി പോകുക, അങ്ങനെയുള്ള പ്രശ്നമേ ഉണ്ടാവില്ല. അടുത്തതായിട്ട് നമ്മൾ തോർത്തുകൾ നല്ല ബ്രൈറ്റായിട്ട് വെക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അതിപ്പോൾ വെള്ളത്തോർത്താകട്ടെ കളർ തോർത്തുകളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ മഴക്കാലം കൂടി ആകുമ്പോൾ പെട്ടെന്ന് അത് കരിമ്പം വരാനും നമ്മൾ എപ്പോഴും കഴുകുമ്പോൾ അത് പെട്ടെന്ന് കീറിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് തോർത്ത് ഒരു ആഴ്ചയിൽ ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരു പ്രാവശ്യമോ കഴുകിയാൽ മതി കേട്ടോ. കഞ്ഞിവെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 1.5 കപ്പോളം കഞ്ഞിവെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ലിക്വിഡ് സോപ്പാണ് ഒഴിക്കുന്നത്. അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം 2 തുള്ളി നമ്മൾ
ഉജാല കൂടി മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഉജാല വളരെ നല്ലതാണ് തുണി ഈട് നിൽക്കാനും അതുപോലെ തന്നെ തുണി നല്ല കളർ വെക്കുവാനും. എന്നിട്ട് ഒന്ന് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുക. കഞ്ഞിവെള്ളവും നമ്മളുടെ തോർത്തിൻ്റെ ഈട് കൂട്ടാനായിട്ട് നല്ലതാണ് കേട്ടോ. അപ്പം ഇതൊന്ന് നല്ലതുപോലെ ഇത് നല്ല പോലെ വെട്ടി തിളക്കുക. എന്നിട്ട് നമ്മളൊന്ന് ഓഫ് ചെയ്തിട്ടതിന് ശേഷം നമ്മൾ സാധാരണ കഴുകിയെടുക്കുന്ന പോലെ കഴുകിയെടുത്താൽ മതി. ഒന്ന് ചൂടാറിയതിന് ശേഷം വളരെ എഫക്റ്റീവായിട്ടുള്ള നല്ലൊരു ടിപ്പാണത്. സാധാരണ വെള്ളത്തിൽ കഴുകിയെടുക്കുക കേട്ടോ. അടുത്തായിട്ട് കഞ്ഞിവെള്ളത്തിലേക്ക് ഞാൻ കുറച്ച് ഉജാല ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് ബേക്കിംഗ് സോഡ ഇടുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു കാര്യത്തിനാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഇതും നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുന്ന നമ്മളുടെ സിങ്കിലൊക്കെ നമ്മൾ പൈപ്പ് സ്റ്റീൽ പൈപ്പുകൾ സിങ്കുകളൊക്കെ ഇതുകൊണ്ട് കഴിക്കാൻ പുതുപുത്തനായിട്ട് എന്നും ഇരിക്കും. അതുപോലെ നമ്മളുടെ പൈപ്പിലുണ്ടാവുന്ന കറകളും പാടുകളും ഉപ്പ് കറകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനായിട്ട് ബാത്റൂമിലെ പൈപ്പുകളാണെങ്കിൽ നമുക്ക് ഇതുകൊണ്ട് കഴുകാം. അപ്പോൾ ഈ ഒരു സിങ്കിൽ ഉളുമ്പ് മണമോ അല്ലെങ്കിൽ മീനൊക്കെ മുറിച്ച് കഴിയുമ്പോൾ ഒരു മണം അങ്ങനെയൊക്കെ ഉണ്ടാവില്ല. ആ സമയങ്ങളിൽ ഇതുപോലെ ഒന്ന് കഴുകാൻ നല്ല ഫ്രഷ് ആയിട്ട് വരും കേട്ടോ. അടുത്തായിട്ട് കടുക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 ടേബിൾ സ്പൂൺ ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് പിന്നെ വേണ്ടത് നമ്മളുടെ കംഫർട്ടാണ് കേട്ടോ. കംഫർട്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മണമുള്ള എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കുക. കംഫർട്ട് ആകുമ്പോൾ ഇത്തിരി കൂടി നല്ലതാണ്. അപ്പം നമ്മൾ ബാത്റൂമിലൊക്കെ ബാഡ് സ്മെല്ലുള്ളപ്പോഴും നമ്മൾ ബാത്റൂം എന്നല്ല നമ്മൾ വീട് മൊത്തം നല്ല ഫ്രഷ് മണം ഉണ്ടാകാനായിട്ട് സഹായിക്കുന്ന ഒരു എയർ ഫ്രഷ്നറാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. കടുകിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മളുടെ അണുക്കളെ വലിച്ചെടുക്കാനും അതുപോലെ നെഗറ്റിവിറ്റി വലിച്ചെടുക്കാനുള്ള ഒരു കഴിവ് കടുകിനുണ്ട്. കടുകിന് ഉപ്പിനൊക്കെ ഉണ്ട്. നമ്മളുടെ പണ്ട് കാലങ്ങളിൽ എല്ലാവരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. ഇത് വളരെ എഫക്റ്റീവാണ്. അതിലേക്ക് കംഫോർട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കർപ്പൂരം കംഫോർട്ട് ഒഴിക്കണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. കർപ്പൂരവും കൂടെ മിക്സ് ചെയ്തിട്ട് ഇത് എവിടെ വെച്ചാലും നല്ല അടിപൊളിയായിട്ടുള്ള സ്മെല്ലായിരിക്കും കേട്ടോ. ഒരു പോസിറ്റിവിറ്റി കിട്ടുവാൻ സഹായിക്കുന്ന നല്ലൊരു സ്മെല്ലായിരിക്കും. കംഫർട്ട് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക. കർപ്പൂരവും കടുകും വളരെ നല്ലതാണ്. വളരെ പോസിറ്റിവിറ്റി നമ്മളുടെ ലൈഫിൽ വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തായിട്ട് ഞാൻ ഇതുപോലെ നമ്മളുടെ ട്രേയിൽ ഐസ് ക്യൂബ് ട്രേയിലേക്ക് നമ്മളുടെ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഉപ്പിടാത്ത കഞ്ഞിവെള്ളം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരാഴ്ചയോ 2 ആഴ്ചയോ 3 ആഴ്ചയോ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇതൊന്ന് ഐസാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ നമ്മളുടെ കൈ പൊള്ളുക, അതുപോലെ നമ്മൾ എവിടെയെങ്കിലും പ്രാണികളൊക്കെ കടിച്ചിട്ട് ചൊറിഞ്ഞ് തടിക്കുക, ആ സമയങ്ങളിലെല്ലാം ഈ ഒരു ഐസ് ക്യൂബ് എടുത്ത് കുട്ടികൾക്കാണെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കുക. ഇല്ലെങ്കിൽ നമ്മളുടെ മുഖത്ത് എന്നും രാവിലെ മുഖം നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം ഈ ഒരു ക്യൂബ് കൊണ്ട് നമ്മളുടെ ഫേസ് നല്ലപോലെ മസാജ് ചെയ്താൽ കുരുക്കൾ പോകാനും അതുപോലെ തരിതരിപ്പ് നല്ല ബ്രൈറ്റ് ആകാനും ഒക്കെ സഹായിക്കും കേട്ടോ. എല്ലാവർക്കും അറിയാവുന്നതാണ് റൈസിൻ്റെ എത്രയോ ക്രീമുകൾ വില കൊടുത്ത് വാങ്ങണം. ഇത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അടുത്തതായിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ നമ്മളുടെ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നമ്മളുടെ ഉലുവ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ കഞ്ഞിവെള്ളം ആവശ്യത്തിന് ഒഴിക്കുക. ഇത് തലേന്ന് രാത്രി ചെയ്ത് വെച്ചാൽ അത്രയും നല്ലതാണ് കേട്ടോ. തലേന്ന് രാത്രി കിടക്കുമ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ കഞ്ഞിവെള്ളം ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് ഒഴിക്കുക. നേരിയ ചൂടുണ്ടെങ്കിൽ അത്ര നല്ലതാണ്. എന്നിട്ട് കുറഞ്ഞതൊരു 6 മണിക്കൂറെങ്കിലും ഇതിരിക്കണം. അത് അപ്പം നോക്കിക്കാൻ നല്ല ജെല്ലി പോലെ ആയിട്ടുണ്ട്. ഇത് ഒരു 6 മണിക്കൂർ വെച്ച ഒരു കൂട്ടാണ് കേട്ടോ. ഇത് നമ്മൾ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇനി തലയിൽ താരൻ, അതുപോലെ മുടി വളരുന്നില്ല, മുടി കൊഴിച്ചിൽ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള ആളുകളാണ് എല്ലാവരും. നമ്മൾ ഹെൽമെറ്റൊക്കെ ഉപയോഗിക്കുമ്പോൾ മുടി കൊഴിഞ്ഞു പോകുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്കുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ മാറാനായിട്ട് ആഴ്ചയിൽ ഒരു ദിവസം ഈ ഒരു പാക്ക് നിങ്ങളൊന്ന് ഇട്ട് നോക്കുക കേട്ടോ. കടുകും ഉലുവയും നമ്മളുടെ മുടി വളർച്ചയ്ക്ക് വളരെ സഹായിക്കുന്ന 2 സാധനങ്ങളാണ്. വളരെ വളരെ റിസൾട്ട് കിട്ടുന്ന ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ഇട്ടാൽ മതി. ഇതൊന്ന് തലയോട്ടിയിൽ നല്ലതുപോലെ മസാജ് ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം 20 മിനിറ്റ് ഇരുന്നതിന് ശേഷം തലയിൽ നല്ലതുപോലെ പിടിക്കാനായിട്ട് അതിന് ശേഷം നിങ്ങൾ താളിയോ എന്തെങ്കിലും ഇട്ട് കഴുകി കഴിഞ്ഞാൽ നിങ്ങളുടെ മുടി കൊഴിച്ചിലും അതുപോലെ മുടി കൊഴിയുന്ന സ്ഥലങ്ങൾ നല്ല മുടി വളരുവാനും സഹായിക്കും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ എന്ന് തോന്നിയാൽ ലൈക്ക് ഇടുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.